ഹായ് ഹലോ എല്ലാവർക്കും വണക്കം. നമ്മുടെ ചാനലിൽ നമ്മൾ മുമ്പെന്ന് പറയുമ്പോൾ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈമിലൊക്കെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ചട്നീസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വെറൈറ്റി ആയിട്ടുള്ള നാളികേരമൊന്നും യൂസ് ചെയ്യാതെ തന്നെ വളരെ തിക്കായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. ദോശയുടെയും ഇഡ്ഡലിയുടെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും ഈ ഒരു ചട്നി. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത ശേഷം കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയതാണ്. എന്നിട്ട് ഇതൊരു 3 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. 3 മിനിറ്റിന് ശേഷം സവാള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് സവാളയുടെ കളർ ഒന്ന് മാറുന്നവരെ സോട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും ടൊമാറ്റോ ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ടൊമാറ്റോ നല്ല സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ നല്ല സോഫ്റ്റ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 3 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 3 മിനിറ്റിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിന്റെ ചൂടാറി നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അടുത്തതായിട്ട് ഇതിലേക്ക് വറുത്തിടാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് നമ്മൾ ചൂടാറിയ ശേഷം മിക്സി ജാറിൽ അരച്ചെടുത്തിട്ടുള്ള ചട്നി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു ചട്നിയുടെ മേലെയായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചട്നി തയ്യാറാക്കി നോക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നറിയാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തൊട്ടടുത്തുള്ള ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കാണുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സബ്സ്ക്രിപ്ഷനാണ് എന്നെ പോലെയുള്ളവരുടെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.